Hi my dear friends, welcome to Varma's Behavior. ഇന്ന് നമ്മളിവിടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചക്കരിച്ചിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നാക്കുന്നത്. വറുത്ത നാളികേരവും വേപ്പിലയും കുരുമുളകും ജീരകവും കൂടി ചക്കരി ചേരുമ്പോഴുള്ള മത്ത് പിടിപ്പിക്കുന്ന ഒരു ഗന്ധം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം ചക്ക എരിശ്ശേരി. അരിഞ്ഞു കഴിഞ്ഞു. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞാക്കണത്. ഇത് 30 ചക്കച്ചോളം ഉണ്ടായിരുന്നു, ഏകദേശം 1 കിലോളം വരും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 കപ്പ് വെള്ളം. ഇതിന് കൂടെ 2 വേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് വേവണ സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. 1 മുറി നാളികേരം, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, ഇതൊക്കെയാണ് എടുത്താക്കണത്. നമുക്കിതെല്ലാം കൂടി ഒന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ ഒരു അമ്മിയിൽ ചതച്ചൊതുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ അവിയലിനൊക്കെ അരക്കണേക്കാൾ ഒരു പരുവം, അതിനേക്കാൾ ഒരു ഇത്തിരി കൂടി കൂടുതലാവാം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാണ്ട് വേണം നമ്മളിത് ചതച്ച് ഒതുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചൊതുക്കിയെടുത്തിട്ട് വരാം. നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ചക്കയ്ക്ക് ചേർക്കാം. ഇപ്പം ഞാൻ നമ്മുടെ അരപ്പ് നാളികേരം അരച്ചത് ഇതിൽ ചേർത്ത് കുഴിക്കില്ല, നന്നായിട്ട് ഇളക്കി വെച്ചേക്കാണ്. നമുക്കൊരു 4-5 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പം നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടും. എരിശ്ശേരിയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതിലുള്ള വറവാണ്. നമുക്കിനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എരിശ്ശേരിയുടെയൊക്കെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിലേക്കുള്ള വറവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വറവൊക്കെ ഇടുമ്പോൾ സാധാരണ കൂട്ടാൻ കറികൾക്കൊക്കെ ഇടുന്ന വറവിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ടാക്കണേ. ഒരു 4 മുളകാണ്, വറ്റൽമുളക്.
1 ടീസ്പൂൺ ജീരകം, കുറച്ച് വേപ്പില, 1 നാളികേരത്തിൻ്റെ 1/4 ഭാഗം ഉണ്ട് ഇത്. അതായത് 1/4 പോർഷൻ ഉണ്ട്. അര ഭാഗം നമ്മൾ അരയ്ക്കെടുത്തു, 1/4 പോർഷൻ നമ്മൾ ഇതിലേക്ക് വറവെടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നു. ഇനി നമുക്ക് ഈ നാളികേരം നല്ല ചുമന്ന നിറം കിട്ടണ വരെ, നല്ല ചുമക്കന വരെ വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. നമ്മൾ ഈ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ എരിശ്ശേരിയിൽ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു സ്വാദ് മുന്നിട്ട് നിൽക്കും. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമാണ് വരുന്നത്. കുരുമുളക് പൊടിയും കൂടി ചേർത്തപ്പോൾ ആ വറവിൻ്റെയൊക്കെ നല്ലൊരു മണമാണ് വരുന്നത്. മൂക്കൊക്കെ തുളച്ച് കയറണ ഒരു ഗന്ധം തന്നെയാണ്. നമുക്കിനി വറവ് എരിശ്ശേരിക്ക് ചേർക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം പാത്രം. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം എടുത്തിട്ട് സെർവ് ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കൽച്ചട്ടിയിലാണ് നമ്മുടെ എരിശ്ശേരി വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഈ കൽച്ചട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ചൂടായി കഴിഞ്ഞാൽ ചൂട് കുറേ നേരം നിൽക്കും. അപ്പോൾ ഇപ്പോഴും അത് നല്ല ഹീറ്റിലാണ് ഇരിക്കുന്നത് കൽച്ചട്ടി. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ കൽച്ചട്ടിയിൽ വെക്കുമ്പോഴേക്കും ഒരു പാത്രപാകം എന്ന് പറയും, പാത്രത്തിൽ ഇരുന്ന് തന്നെ അതൊന്നും കൂടി ഡ്രൈ ആവും, ഒന്നും കൂടി കുക്കാവും. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള എരിശ്ശേരി കിട്ടും. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നമുക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കരിശ്ശേരി റെഡിയായി. നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടാണ് ചക്കരിശ്ശേരി ഇവിടെ ഉണ്ടാക്കിയേക്കണത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യണേ എല്ലാവരും. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എൻജോയ് ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ഗുഡ് ബൈ.